വിളിച്ച ഫോൺ എടുക്കില്ല. ഇനി അഥവാ എടുത്താലാണെങ്കിൽ തന്നെ വ്യക്തമായ ഒരു മറുപടി പോലും പ്രതീക്ഷിക്കണ്ട. കഷ്ടം. ഇവനുമായിട്ടൊക്കെ ചങ്ങാത്തം കൂടി എന്നെ പറഞ്ഞാ മതിയല്ലോ. എന്താടാ, വണ്ടിക്ക് ജലദോഷമോ പനിയോ മറ്റോ ഉണ്ടോ? ഇല്ല സർ, ഒരു കുഴപ്പമില്ല. എന്നാ ഒന്ന് ചവിട്ടി എടുക്കടാ അങ്ങോട്ട്. നിന്ന് കുടുങ്ങാതെ. വിളിച്ച ഫോൺ പിടിക്കില്ല. മറ്റവന്റെ കോടിക്കണക്കിന് രൂപയുണ്ടല്ലോ പൂർത്തടിക്കാനായിട്ട്. വല്ല ബാറിലും കുടിച്ച് പെടുത്ത് കിടക്കുന്നുണ്ടാവും. ഇഡിയറ്റ്. രാജീവിന്റെ കാറിൽ ലോറി ഇടിപ്പിച്ചവനെ ആ കുട്ടിഭൂതത്തിന് ഓർമ്മയുണ്ടത്രേ. ഇനി അവിടെ വെച്ച് എന്നെ കണ്ടെന്നെങ്ങാനും അവള് വിളിച്ചു പറയുമോ എന്തോ. ഇനി ആ പിശാച് അവിടെ വെച്ച് എന്നെ കണ്ടെന്നെങ്ങാനും വന്ദനയോട് പറഞ്ഞിട്ടുണ്ടാവോ? ഏതായാലും അവള് ജീവനോടെയുള്ള കാലം വരെ എനിക്കതൊരു ഭീഷണിയാണ്. ആ കുഞ്ഞിനെ തീർക്കാനുള്ള കൊട്ടേഷൻ സാഗറിനെയാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത്. അവനാണെങ്കിൽ പിടിതരാത്ത അവസ്ഥയിലും. സാഗറിനെ എത്രയും പെട്ടെന്ന് കണ്ടേ തീരും. ഇങ്ങനെ ഉച്ചരിയുന്ന പോലെ പോയ സാഗർ മിസ്സായത് തന്നെ. ഇവിടെ ചവിട്ടി വിടാനല്ലടാ നിന്നോട് പറഞ്ഞത്. സാർ, മാക്സിമം സ്പീഡിലാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണോ ഇവന്റെ സ്പീഡ്? അച്ഛന്റെ പഞ്ചറൊട്ടിച്ച് വന്നിരിക്കുന്നു. അച്ഛന്റെ നെറ്റി നോക്ക്. എന്താ എന്താ പറ്റിയത്? എന്ത് പറ്റിയടാ? ഒന്നുമില്ല. എടാ കർണാകര, എന്താ പറ്റിയത്? എന്താ കാര്യം? കാറ് ചെറുതായിട്ടൊന്ന് പാളി ഒരു പാറ ചെന്നിടിച്ചു. എന്റെ ആറ്റുകാലമ്മേ. അല്ലേലും ആ ഡ്രൈവറിന് ഒരു ശ്രദ്ധയില്ല. അയാളെ പറഞ്ഞുവിടാൻ സമയായി. ഇത് അതൊന്നും കൊണ്ടല്ല. ആ വന്ദനയില്ലേ, ഓ നശിച്ചവളുടെ പ്രാക്ക് ദോഷം തന്നെയാവും. അതൊരിക്കലും ആവൂല. അയ്യോ, നിനക്ക് നിശ്ചയമുണ്ടോ? ഇല്ല. എന്നാ പിന്നെ മിണ്ടരുത്. ജാതക ചേർച്ച പോലും ഇല്ലാതെയല്ലേ ജഗൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. താലി കുട്ടിക്കളിയല്ല. ചേരേണ്ടവർ തമ്മിലേ ചേരാൻ പാടുള്ളൂ. പിന്നെ വാടക വീട്ടിലാണെങ്കിലും അവള് കഴിയുന്നതേ ജഗന്റെ ഭാര്യയായിട്ടാ. അതിന്റെ ദോഷമായി കാണുന്നതൊക്കെ ചോരദോഷം. ചോരദോഷം? അതെന്ത് ദോഷം? ആ ദോഷം മാറണമെങ്കിൽ എത്രയും പെട്ടെന്ന് ജഗനും വന്ദനയും തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്തിയിരിക്കണം. ഇല്ലെങ്കിൽ ആ ജാതകദോഷക്കാരിക്ക് വേണ്ടി കാലൻ കളത്തിലിറങ്ങും. ഇപ്പൊ നിന്റെ മനസ്സിന്റെ നന്മ കൊണ്ട് ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ. ഈ കുടുംബത്തിലെ ആരുടെയെങ്കിലെയൊക്കെ ജീവൻ എടുത്തിരിക്കും കാലൻ. അത്ര ജാതകദോഷമുള്ളവളാ അവള്. മതി. ജോൾസിനെ പണം കൊടുത്തു വരുത്തി ഇവിടെ കാണിച്ചു കൂട്ടിയതൊന്നും ആരും മറന്നിട്ടൊന്നുമില്ല. അതുപോലെ ആയിരിക്കും ഇതും. സുമലതേ, അമ്മ എന്തൊക്കെയായി പറയുന്നേ? അച്ഛൻ ആപത്ത് വരാൻ വേണ്ടി സ്വന്തം കൂടപ്പിറപ്പ് തന്നെ മോശമായി പോയി. ഒരു മോശം എനിക്ക് തോന്നുന്നില്ല. വിവരമുള്ളവർ സംസാരിക്കുമ്പം വിവരമില്ലാത്ത നീ ഇടയ്ക്കേറി സംസാരിക്കരുത്. സുമലത പറയട്ടെ, 10 മാസം ചുമന്നുപറ്റ മോന്റെ ജീവിതം ഒരു ജാതകദോഷക്കാരി വന്ന് തച്ചൊടച്ച സങ്കടം കാണാതിരിക്കോ? എടാ കരുണാകര, നീ ഒരു കാര്യം ഓർത്തോ. നിനക്ക് ശേഷം ഈ നാട് ഭരിക്കേണ്ടവനാ നിന്റെ മോൻ ജഗൻ.